പാർട്ട് 1 കട്ടിംഗ് വീഡിയോയുടെ തുടർച്ച. ഇത് പാർട്ട് 2 ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം ഫ്രണ്ട് പീസ് എടുത്ത് ഡോട്ട് പിടിക്കുക. ഫസ്റ്റ് ഡോട്ട് പിടിച്ച് തയ്ക്കുക. സൈഡ് പീസ് സൈഡ് ഡോട്ട് ഇടുക. ഫ്രണ്ടാണ്, ബ്ലൗസിൻ്റെ ഫഫാണ്. ഇത് ബ്ലൗസിൻ്റെ പട്ടയാണ്. ഈ പട്ട ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ച് ഇങ്ങനെ തയ്ക്കുക. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഭാഗവും ഒരുപോലെ ഇതേപോലെ ഇരിക്കേണ്ടതാണ്. ഇനി പീസ് വെച്ച് ഫ്രണ്ട് ഭാഗം കവർ ചെയ്ത് വിടാനുള്ളത്. ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ ഐപ്പട്ടയാണ്. ഹൂക്കിൻ്റെ ഐപ്പട്ട അടിച്ചു വിടുന്നത്. ഞാനിവിടെ ഇതിന് ഒരേ ഹോളിട്ടാണ് വിടുന്നത്. ഇത് ഹുക്ക് വയ്ക്കുന്ന ഭാഗമാണ്. അതിനെ ഇങ്ങനെ പീസ് കമഴ്ത്തി അടിച്ചു വിടുക. ഇത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ്. ഇതിന് നൂറ്റിട്ട് ഇതിൻ്റെ ബാക്ക് ഡോട്ട് ഇട്ട് കൊടുക്കണം. ഡോട്ടടിച്ച് രണ്ട് ഡോട്ടും ഇട്ട് തച്ചതിന് ശേഷം ബാക്ക് പട്ട വെച്ചടിക്കണം. ഫ്രണ്ട് പീസും ബാക്ക് പീസും അടിച്ചു കഴിഞ്ഞു. ഇനി ബാക്ക് പീസിൻ്റെ പുറത്ത് ഫ്രണ്ട് പീസ് വെച്ച് സമം പിടിച്ച്
ഷോൾഡറുകൾ തമ്മിൽ ചേർത്ത് ഷോൾഡർ അടിക്കുകയാണ്. ഷോൾഡർ അടിച്ചതിന് ശേഷം സൈഡ് ആം ഹോൾ മുതൽ ഹിപ്പ് വരെയുള്ള ഇത് നമ്മൾ നേരത്തെ അളവെടുത്ത് വരച്ചതാണ്. ആ ലൈനിൽ കൂടെ അടിച്ചാൽ മതി. രണ്ട് സൈഡും വണ്ണം അടിച്ചിട്ട് ഈ ബ്ലൗസിൻ്റെ വണ്ണം പിടിച്ച് നോക്കണം. ആദ്യം താഴത്തെ ഭാഗം കറക്റ്റാണ്. പിന്നെ 40 ഇഞ്ച് വണ്ണം. റെസ്റ്റ് ഭാഗം അളന്ന് നോക്കണം. ഇഞ്ച് കറക്റ്റാണ്. നമ്മൾ വെട്ടിയ 40 സൈസിൻ്റെ ബ്ലൗസിൻ്റെ അതേ അളവാണ്. എല്ലാം കറക്റ്റാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഷോൾഡർ അടിക്കുമ്പോൾ ഈ ബാക്ക് അല്പം കൂടെ കുറേ ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്തോളണം. പിന്നെ ആം ഹോളിൻ്റെ വണ്ണം നമ്മൾ 8.5 എടുത്തിട്ടുള്ളത്. കറക്റ്റ് 8.5 ഉണ്ട്. കണ്ടല്ലോ, ഇത് മനസ്സിലായല്ലോ ഈ വീഡിയോ. ഇനി നമുക്ക് കൈയുടെ പോർഷൻ അടിച്ചെടുക്കാം. ഇനി കൈ ഭാഗമാണേ. ഇങ്ങനെ നൂത്തിട്ടിട്ട് ഈ രണ്ട് ഭാഗവും ഫ്രണ്ട് തന്നെ വരണം. 3/4 ഇഞ്ച് വീതം വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം. കൈയുടെ 1 ഇഞ്ച് വരച്ച് വിട്ട പിന്നെ ഇതിനെ മടക്കി കൊടുത്തിട്ട് സ്ലീവിൻ്റെ 2 ഭാഗവും കൂട്ടിച്ചേർത്ത് ഇതിൻ്റെ വണ്ണം വരച്ച അതേ വരയിൽ തന്നെ അടിച്ചു വിട്ടാൽ മതി. കൈ ടച്ച് എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗത്ത് വരണം. ഇതിലേക്ക് ആദ്യം ഇത് വെച്ചിട്ട് ആം ഹോളിൻ്റെ അവിടെ വെച്ച് ഈ കൈയുടെ ബ്ലൗസിൻ്റെ എൻഡും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നോക്കണം. കറക്റ്റാണ്. തയ്ക്കാൻ പോവേണേ. എന്തെങ്കിലും വ്യത്യാസം അല്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷേപ്പ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി, അടിച്ച് വിട്ടാൽ മതി. ഈ കൈയുടെ ഭാഗവും ആം ഹോളിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെയും ബ്ലൗസിൻ്റെ കൈക്കുഴിയുടെ ഭാഗവും കൂടിയും കുറഞ്ഞും വന്നാൽ അതല്പം കറക്റ്റ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി.
ഒരു കൈ അടിച്ചു കഴിഞ്ഞു. കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ്. കണ്ട, ഒരു ചുളുക്കോ ഒന്നുമില്ല. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി അടുത്ത കൈയും കൂടെ അടിച്ചെടുക്കാം. ബ്ലൗസ് ഇവിടെ ഏകദേശം പൂർത്തിയായി. ഇനി ഇത് തച്ച് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ 2 ഷോൾഡറും ഒരുമിച്ച് പിടിച്ച് നോക്കണം. ഇത് സമമാണ്, ഇതേ അളവിലിരിക്കണം രണ്ടും. അടുത്ത് കൈയുടെ ഇത് പിടിച്ച് നോക്കണം, കറക്റ്റാണ്. ഇനി കഴുത്തടിക്കാം. ഇവിടെ ഞാൻ ക്രോസ് പീസ് വെട്ടി വെച്ചേക്കാണ്. കഴുത്തിനടിക്കാനുള്ളത് പീസ് എടുത്തിട്ട് ക്രോസ് ആയിട്ടാണ് വെട്ടാൻ. ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. ഒരു ഭാഗം നിങ്ങൾക്ക് വെട്ടി കാണിച്ചു തരാം. ഇതേ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം പീസ് വെട്ടാൻ. തയ്ക്കുമ്പോഴും പീസുകൾ തമ്മിൽ ക്രോസോട് ക്രോസ് പിടിച്ച് വേണം തയ്ക്കാൻ. ക്രോസോട് ക്രോസ് ചേർത്തതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളെല്ലാം വെട്ടിക്കളയണം. ഈ ക്രോസ് പീസ് ബ്ലൗസിനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇതിനെ 2 മടക്കി ഇതിലേക്ക് കുറച്ച് തയ്യൽ തുമ്പ് വെളിയിലോട്ട് പുറത്തോട്ട് വെച്ചതിന് ശേഷം തച്ച് തുടങ്ങണം. ഈ ക്രോസ് പീസ് വലിച്ചു പിടിക്കാൻ പാടില്ല. ഇച്ചിരി ലൂസ് വിട്ട് വേണം അടിച്ചു വിടാൻ. തയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കഴുത്ത് തയ്ക്കാൻ. വലിഞ്ഞു പോയാൽ ബ്ലൗസിന് ഭംഗിയുണ്ടാവില്ല, കഴുത്ത് ലൂസ് വരും. ഇതുപോലെ ലൂസ് വിട്ട് വേണം തച്ച് വിടാൻ. ഇത് ഫുള്ളും തച്ച് തീർന്നിരിക്കുകയാണേ. തച്ച് തീർന്നിട്ട് ഇതിൻ്റെ തുമ്പെല്ലാം പിടിച്ച് ഇതിൻ്റെ തയ്യൽ തുമ്പുകൾ ഷേപ്പ് ചെയ്ത് കറക്റ്റാക്കി വിടണം. വിട്ടതിന് ശേഷം ഇതിനെ നൂത്ത് പ്രസ് ചെയ്ത് വിട്ടതിന് ശേഷം ഇങ്ങനെ തച്ച് വിടണം. ഇതും പിടിച്ച് വലിക്കാൻ പാടില്ല, പതിയെ വിട്ടു കൊടുക്കണം. ഒരിക്കലും കഴുത്ത് പിടിച്ച് വലിച്ച് തയ്ക്കുകയും ചെയ്യരുത്. പിന്നെ അതിനുശേഷം ഈ മടക്കിനെ ഇങ്ങനെ പിടിച്ച് മടക്കിയിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് വിടണം. ബ്ലൗസ് തച്ച് പൂർത്തിയായിട്ടുണ്ട്.
കണ്ടല്ലോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഡോട്ടെല്ലാം കൃത്യമാണ്. ഇത് ബ്രാ കട്ടിങ്ങിന് ഏറ്റവും ഭംഗിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സ്വന്തമായി തച്ച് തന്നെ ബ്ലൗസ് ഇടാൻ നോക്കണം. ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ ഫുള്ളായി കാണണം.